ഹലോ ഗായ്സ്, പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനില്ലേ ഒരു സ്പൈഡർമാനാണ്. പക്ഷെ ഞാൻ ഈ നാടിനെ രക്ഷിക്കുന്ന സ്പൈഡർമാനല്ല. ഞാനില്ലേ ഈ നാടിനെ നശിപ്പിക്കാൻ വന്ന സ്പൈഡർമാനാണ്. എനിക്ക് ഒരു തരം പവറുണ്ട്. എനിക്ക് ഈ സാധാ സ്പൈഡർമാനല്ല, സൂപ്പർ പവേഴ്സ് ഉള്ള സ്പൈഡർമാനാണെങ്കിൽ വല ഇടാൻ പറ്റും, എല്ലാം ഇടിച്ച് തകർക്കാൻ പറ്റും, ജമ്പ് ചെയ്യാനും പറ്റും. ജമ്പ് ചെയ്യാൻ പറ്റൂല. പക്ഷേ ഇല്ലേ ആ സ്പൈഡർമാനൊക്കെ ആണെങ്കിലേ തലകുത്തിയൊക്കെ മറിയും. എങ്ങനെയെന്ന് പറയട്ടെ, ബാക്ക് ജമ്പ് ചെയ്യും. അങ്ങനത്തെ സ്പൈഡർമാനാണ് ആ സ്പൈഡർമാൻ. പക്ഷേ ഇല്ലേ എനിക്ക് അങ്ങനത്തെ കഴിവൊന്നുമില്ല. എനിക്കില്ലേ നല്ല സ്പീഡിൽ ഓടാൻ പറ്റും, നല്ല ഹൈറ്റിൽ ചാടാൻ പറ്റും. മാത്രമല്ല എനിക്ക് ഇല്ലേ വലയിടാനും പറ്റും. ആ സ്പൈഡർമാൻ്റെ ഒരേ ഒരു പവറാണത്. നിങ്ങളത് മറക്കല്ലേ കേട്ടോ, എനിക്കറിയാം. ഈ ഒരു വീഡിയോ ഇല്ലേ എൻഡ് ചെയ്യണ സമയത്ത് ഞാൻ അവിടെ കുറേ ഡ്രിഫ്റ്റ് അടിക്കും എൻ്റെ വണ്ടി വെച്ച്. ഗൈസ്, ഞാൻ ജാക്കാണ്, വേറെ ആരുമല്ല. ഞാൻ ജാക്കാണ്. എനിക്ക് എങ്ങനെ ഈ പവേഴ്സ് കിട്ടിയെന്ന് പറയട്ടാ ഗൈസ്. എനിക്ക് ഈ പവേഴ്സ് കിട്ടിയത് ഇല്ലേ എൻ്റെ കാരണം തന്നെയാണ്. അതില്ലേ ഞാൻ നേരത്തെ പറഞ്ഞ ആ കഴിവ് വെച്ചിട്ടുള്ള ഒരു ചെലന്തി എന്നെ കടിച്ച്. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനത്തെ പവേഴ്സൊക്കെ കിട്ടിയത്. നല്ല സ്പീഡിൽ ഓടാൻ പറ്റണം, നല്ല ഹൈറ്റിൽ ചാടാനൊക്കെ പറ്റണം, പിന്നെ വലയിടാൻ പറ്റണം. ഈ ഒരു പവറാണ് ആ സ്പൈഡറിന് ഉണ്ടായിരുന്നത്. ഇപ്പം മനസ്സിലായ ഗൈസ്? അങ്ങനത്തെ ഒരു സ്പൈഡർ ശരിക്കും ഇല്ലയെന്ന് നിങ്ങൾ തന്നെ പറയും. പക്ഷെ അങ്ങനെ ഒരു സ്പൈഡർ ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങളൊന്നും കയറി ആ സ്പൈഡറിൻ്റെ അടുത്തോട്ട് പോയി ഒന്നും കയറി ചാടിക്കളയല്ലേ. സ്പൈഡർ കുറച്ച് പറിക്കും. തെറ്റിപ്പോയതാ ഗൈസ്, ക്ഷമിക്കണം ഗൈസ്. ഈ വീഡിയോ ഇല്ലേ കുറേ നേരം ഉണ്ട്. നിങ്ങളില്ലേ ലൈക്കും സബ്സ്ക്രൈബും അതിൻ്റെ അപ്പുറത്ത് ബെല്ലൈക്കും അടിക്കാൻ മറക്കല്ലേ. പിന്നെ ഷെയറും കമൻറ്റും ഇതൊന്നും ചെയ്യാൻ മറക്കല്ലേ ഗൈസ്. ഇന്നത്തെ ലൈക്കില്ലേ 10K ആണ് അടിച്ചാൽ എനിക്ക് നല്ല സുഖം, പിന്നെ നല്ല ഉപകാരം എനിക്ക് കിട്ടും. ദൈവം നിങ്ങൾക്ക് നല്ല അനുഗ്രഹവും തരും. അതുകൊണ്ടില്ലേ നിങ്ങൾ എൻ്റെ കാര്യങ്ങളൊന്ന് ചെയ്തു തരാം ഗൈസ്. ഇത്രയും ദിവസം ഇല്ലേ ഞാൻ കഷ്ടപ്പെടുവാണ്. നിങ്ങളൊന്ന് പ്ലീസ് നിങ്ങൾ ഒന്ന് ചെയ്യൂ. ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ ഞാൻ പറഞ്ഞ സാധനങ്ങളൊന്നും ചെയ്യൂ പ്ലീസ്, ഒന്ന് ചെയ്യൂ ഗൈസ്. കണ്ട എൻ്റെ പവർ ഗൈസ്. എൻ്റെ ഈ പവറെങ്കിലും കണ്ടിട്ട് നിങ്ങളൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ബെല്ലൈക്കും ഇതൊക്കെ ഒന്ന് അടിക്കുമോ പ്ലീസ്. ശരി, ഇനി കാട്ടിലോട്ടൊന്നും കയറി പോകാം. കടുവയല്ലല്ലോ, സിംഹം കാണോ എന്തോ. കടുവേനെ വിളിച്ചു വരുത്താനും എനിക്കറിയാം. കടുവയും സിംഹവും ഈ കാട്ടിലുണ്ട്, പക്ഷെ കടുവേനെ കാണാറില്ല. കടുവയും സിംഹം ഒന്നാണ്, അത് രണ്ടാണ്. അതെ, ഇതാണ് സിംഹം. വലിയ സൗണ്ട് ഉണ്ടാക്കി കണ്ടില്ലേ? ഞാനാണ് ഇപ്പം സൗണ്ട് ഉണ്ടാക്കിയത്, പക്ഷെ കടുവ വാ തുറന്നപ്പോൾ അതിൻ്റെ സൗണ്ട് എന്താ കേൾക്കണമായിരുന്നു. മാത്രമല്ല അതിൻ്റെ ദേഹത്തുള്ള രക്തം അല്ല, ഈ ചെലത്തിക്ക് നല്ല സ്പീഡിൽ ഓടാൻ പറ്റില്ല. ചെലത്തിക്ക് നല്ല ഹൈറ്റിൽ ചാടാനും പറ്റും, പിന്നെ വല വിടാനും പറ്റും. ഈ രണ്ട് പവേഴ്സ് മാത്രമേ ആ ചെലന്തിക്കുള്ളൂ. ഞാൻ പറഞ്ഞ ചെലന്തിക്ക് ഗൈസ്. അപ്പം ഇല്ലേ വേറെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ചീറ്റപ്പുലിയും പിന്നെ പുലിയെ കണക്കിരിക്കണ എല്ലാ സാധനവും, പിന്നെ ഇല്ലേ ഈ കാണുന്ന സിംഹം, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും രക്തം എൻ്റെ ദേഹത്തുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും സ്പീഡിൽ ഓടാൻ പറ്റണം ഗൈസ്. കേട്ടോ? സോംബിയുടെ രക്തം എൻ്റെ ദേഹത്തുണ്ട്. അതുകൊണ്ട് എനിക്കില്ലേ നല്ല ശബ്ദമൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും. ഞാൻ അപ്പോൾ ഒരു ശബ്ദം ആക്കട്ടാ, ഞാൻ അപ്പോൾ ഒരു ശബ്ദം വിളിക്കട്ടാ. കണ്ടോ? ഈ കേട്ട അത്രയും വലിയ ശബ്ദമാണെന്ന് നിങ്ങൾക്ക് തോന്നൂല. പക്ഷെ നിങ്ങളൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. ശരി, ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ ഫൈനലി അതിൻ്റെ പുറത്ത് വന്ന് യെസ് ഗൈസ്.
ഗൈസ് ഞാൻ ഇപ്പം ബാക്ക് ജമ്പ് ചെയ്യാൻ കണ്ടോ യു ആ അയ്യോ വെള്ളം പാതാളത്തിൽ പോയേനെ ഇപ്പം. ഞാൻ നേരെ കാട്ടിലോട്ട് തന്നെ കയറി ഓടും. കണ്ട ഗൈസ് 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 കണ്ട ഗൈസ് എൻ്റെ പവർ കാരണം എങ്ങനെ ഗൈസ് അപ്പം നിങ്ങളൊന്നും ചെയ്യാൻ മറക്കല്ലേ ഞാൻ പറഞ്ഞത്. ഓക്കെ അല്ലേ മക്കളെ? പാവം തോന്നല എനിക്ക് ഈ സിംഹത്തിനെ കണ്ടിട്ട്. അതുകൊണ്ട് ഞാൻ കൊല്ലണില്ല. ഞാനില്ല സിംഹത്തിനെ ഇടിച്ച് കൊല്ലുകയില്ല. ആ സിംഹത്തിനെ ഇടിച്ച് ആ സിംഹം ചാവാനൊന്നും പോകുന്നില്ല. സാധാ സിംഹമൊക്കെ ഇടിച്ചാൽ ചാവാന്നേ ഉള്ളൂ. ഇതിൻ്റെ ഇച്ചിരി പ്രൊഫഷണൽ സിംഹമാണ്. ഇതിന് അത്രയും പെട്ടെന്നൊന്നും ഒന്നും ചെയ്യാൻ പറ്റൂല. ഗായ്സ് പറയണല്ലോ കേൾക്കണുണ്ടോ? ആ ഉണ്ടെങ്കിൽ പറയാൻ പറ്റാം. ഗായ്സ് ഇനി ഗംഗോത്രിയിലോട്ട് പോവാം. ഇടി വെട്ടിയല്ല ആ ബസ്സിനടിച്ച് പൊട്ടിക്കാം. ഒരു സോംബിയുടെ രക്തം എൻ്റെ ദേഹത്തുണ്ടെങ്കിൽ ഇല്ലേ ഞാൻ സോംബി ആവേണ്ടതാണ്. പക്ഷെ ആ ചെറുതി എന്നെ കടിച്ചോണ്ട് എനിക്കൊന്നും പറ്റിയില്ല. എനിക്ക് ചീറ്റപ്പുലിയെക്കാട്ടിലും വലിയ സ്പീഡിൽ എനിക്ക് ഓടാൻ അറിയാം. അല്ല എനിക്ക് പറ്റും, ഓടാനറിയാം ചെയ്യാൻ പറ്റുകയും ചെയ്യും. ഞാൻ ഇപ്പം വെടി വയ്ക്കും. വെടി വെച്ചല്ലോ 2 സാറ് കിട്ടുമല്ലോ. ഞാൻ ഇപ്പം എടുത്ത് വെക്കും. എന്നിട്ട് ഞാൻ പറഞ്ഞു പോയല്ലോ. വേറെ സ്ഥലത്തെത്തും. വേറെ സ്ഥലത്തെത്തി എത്തൂല. ഞാൻ പറഞ്ഞ സ്ഥലം ദേ ഇവിടെ അടുത്ത റെയിൽവേ പാളം. ദേ കണ്ടല്ലോ ഗൈസ്, കണ്ടല്ലോ. ഗൈസ് റെയിൽവേ സ്റ്റേഷനിൽ എങ്ങനെയെങ്കിലും കയറണം. അല്ല ട്രെയിനിൽ കയറണം. തെറ്റിപ്പോയി ഗൈസ്. അല്ല ഈ ട്രെയിൻ എവിടെ പോയിട്ട് വരും? ആ ചൈനയിൽ പോയിട്ട് വരും. ഞാൻ ടിക്കറ്റൊന്നും കൊടുക്കാതെയാണ് കയറിയോ. ഉള്ള സ്ഥലത്ത് പോയിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരാം. അതാണ് നല്ലത്. അല്ലെങ്കിൽ പണിപാളും. ഗൈസ് ഈ പോലീസ് ഇവർക്ക് എന്തിനാ എന്നെ മാത്രമേ പൊടുങ്ങുള്ളൂ, വേറെ പൊടുങ്ങാല്ലേ? എൻ്റെ അമ്മച്ചി പോലീസ് എങ്ങനെങ്കിലും വിളിക്കാൻ നോക്കിയാലേ ഇങ്ങനെ കൊന്നു. സാറേ വേണ്ട. സാർ ആരാ? സാറിന് എന്താ? എടോ ഞാൻ ഈ നാട്ടിൽ തന്നെ ഉള്ള എണ്ണ. നീ എന്താ മനസ്സിൽ വിചാരിച്ച? എനിക്കറിയാം സാർ ഭീഷണിപ്പെടുത്തുമാണ്. അതുകൊണ്ട് നീ എന്നെ കൊല്ലാൻ ഗൈസ് ഇനി എന്ത് പറ്റോ എന്തോ. ഓടാം, നമുക്ക് ചാടാം, നമുക്ക് പോവാം. ഗൈസ് എനിക്ക് വല്ലതും പറ്റിയോ ഇനി? ഗൈസ് എനിക്ക് എന്തിനു പറ്റിയോ? എന്തോ പോലെ ആവും, തല ഇറങ്ങണ എനിക്ക്. ഞാൻ ഇല്ലേ ഇങ്ങനെ കിടന്ന് പറക്കുമ്പോൾ എൻ്റെ ബാക്കിലൊക്കെ നല്ല സുഖം. എന്താണോ ഉണ്ട് ബാക്കിൽ നല്ല സുഖം. എന്തോ കമ്പിളി കെട്ടിപ്പിടിച്ച് കിടക്കണം എനിക്ക്. അതൊന്നും കാര്യമാക്കണ്ട, നമുക്ക് നമ്മുടെ പണി ചെയ്യാം. അപ്പം പണി പാളിയോ ഗൈസ്? ഇത് കുറേ മിനിറ്റുള്ള ഒരു വീഡിയോ ആണിത്. ഇത് കണ്ടിട്ടില്ലേ നിങ്ങൾ? എന്നെ ഒന്നും പറയല്ലേ ഗൈസ്, ഒന്നും പറയല്ല കേട്ടോ. ഇത് ഒരുപാട് നേരമുള്ള ഒരു വീഡിയോ ആണ്. ചിലപ്പം ഒരു മണിക്കൂറൊക്കെ കാണും, അല്ല ഒരു അരമണിക്കൂറൊക്കെ കാണും. അല്ല ഒരുപാട് നേരമാണെങ്കിൽ 1 മണിക്കൂർ എന്തിനു വരണോ? ഒരു മണിക്കൂർ കാണും ഗൈസ്. എന്നെയൊന്നും പറയല്ലേ. 1 മണിക്കൂർ 1/2 മണിക്കൂർ വല്ലതും വരും. അപ്പം
ഞാൻ ഇപ്പോൾ ഒരു ഹൈ ജമ്പ് ചാടും. ഭാഗ്യം ഭാഗ്യം, ഞാൻ ഇപ്പം നടക്കും. ഞാൻ ഇനി ഇതെന്താ പറ്റിയ ഇതെന്താ എന്നും ഗൈസ്, നിങ്ങളില്ലേ വിഷ്ണു വൈനിയ സോങ് എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടോ? അത് ആമസോൺ പ്രൈമിലാണ് ഉള്ളത്. ആ സിനിമയുടെ ഫുള്ള് ഞാൻ പറഞ്ഞുതരാം. ശരി, ആ സിനിമയുടെ പേരിൻ്റെ സ്പെല്ലിങ് ഞാൻ പറയാം. VISHNU VINYASAM. ഇതാണ് വിഷ്ണു വിനയ. അല്ല, എനിക്കത് പറയാൻ അറിഞ്ഞൂടാ ഗൈസ്. അപ്പം നിങ്ങൾ എൻ്റെ അടുത്ത് കമൻറ്റ് ചെയ്യണം അതെന്തുവാണെന്ന്. വേറൊരു ഇംഗ്ലീഷും കൂടെ ഞാൻ വായിക്കാം, എനിക്കറിയാം ഇംഗ്ലീഷ്. ഡിസ്കവർ ഇൻസിഗറ്റ്സ് ദ മാറ്റർ MATTER ഗൈസ്. അപ്പം അത്രയേ ഉള്ളൂ. ഇനിയില്ലേ വേറെ ഒരു കാര്യം, ലേൺ മോർ. ഞാൻ ഇപ്പം പറഞ്ഞ ഇംഗ്ലീഷിൻ്റെ ലേൺ മോർ. ഇങ്ങനെ ഒരു ചാപ്റ്ററില്ല, പക്ഷെ അങ്ങനെ ഒരു പരസ്യമുണ്ട്. എനിക്കതറിയാം ഗൈസ്, ഞാൻ അത് കണ്ടിട്ടുണ്ട്. പക്ഷെ ഗൈസ് വേറെ സിനിമ കണ്ടിട്ടുണ്ടോ? ഞാൻ ഈ സിനിമയുടെ സ്പെല്ലിങ് പറയാം, അത് നിങ്ങൾ ഏതെന്ന് പറയണം. ശരി, കമൻറ്റ് ഇടണം ഗൈസ്. ASPIRANTS. ഇത് ന്യൂ സീസണാണ്, ന്യൂ സീസൺ അങ്ങനെയാണ്. ഇതൊരു ഹിന്ദി സിനിമയാണ് കേട്ടോ. ആമസോൺ പ്രൈമിലാണുള്ള എല്ലാം. ഞാൻ പറഞ്ഞല്ല, ആമസോൺ പ്രൈമിലാണുള്ളത് ഗൈസ്. അപ്പം ഇതൊന്നും കാണാൻ മറക്കല്ലേ കേട്ടോ. ശരി, ASPIRANTS ഇത്രയേ ഉള്ളൂ. എത്ര സ്പെല്ലിങ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇച്ചിരി വെയിറ്റ് ചെയ്ത് ഞാൻ ഒന്ന് നോക്കട്ടെ. ഗൈസ് 9 സ്പെല്ലിങ്സ് ഉണ്ട്. നിങ്ങൾ ഇത് കാണാൻ മറക്കല്ലേ കേട്ടോ, മറക്കല്ലേ. ഇനി എന്ത് ചെയ്യാനുള്ള ഡ്രസ്സ് വീണ്ടും മാറ്റാം. സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാനുള്ളതല്ലേ ഗൈസ്. ഇത്രയും നേരം ഞാൻ കണ്ട സ്വപ്നമാണ് ഗൈസ്. ഇത്ര നേരം കണ്ട സ്വപ്നമായിരുന്നോ? അല്ല, എനിക്കെന്തോ പോലെ ഗൈസ്. ഇത്രയും നേരം കണ്ട സ്വപ്നമല്ല, അത് ശരിക്കും നടന്നതാണ്, എനിക്ക് ഓർമ്മയില്ലാത്തതാണ് ഗൈസ്. അപ്പോൾ ഇറങ്ങാം, നമുക്ക് സ്വിമ്മിംഗ് പൂളിൽ പോയി കുളിക്കാം. അപ്പോഴത്തേക്കും മഴ പെയ്യും. സ്വിമ്മിംഗ് പൂളിൽ പോയി കുളിക്കാം. രാജുവേട്ടാ, എടാ എന്തടാ രാജുവേട്ടാ, എടാ എന്തടാ നിൻ്റെ അടുത്തേക്ക് എന്തടാ രാജുവേട്ടാ? ഞാൻ ചുമ്മാ ഒന്ന് പറഞ്ഞല്ലേ ഉള്ളൂ. എന്ത് രാജുവേട്ടാ, ഒന്ന് പോടാ. ഓ, ഈ രാജുവേട്ടൻ ഇങ്ങനെയാണ് ഗൈസ്. കുഴപ്പമില്ല, നിങ്ങളതൊന്നും കാര്യമാക്കണ്ട. ശരി, ഇനി എന്ത് ചെയ്യാൻ? മേക്ക് മൈ ട്രിപ്പ്. ഞാൻ പറഞ്ഞില്ലേ ഗൈസ് മഴ പെയ്യാന്ന്. രാജേട്ടാ, എടാ എന്തടാ നിനക്ക്? എന്നാ പോ. ഓ താങ്ക് യു. ഈ രാജേട്ടന് ഇത് എന്തിരടി ഇളവി കിടക്കോളി. കുഴപ്പമില്ല ഗൈസ്. ഇനി കുറേ നേരം എടുക്കും. ഇനി ഞാൻ പറഞ്ഞല്ലേ ഗൈസ്, ഇത് കുറച്ചു നേരം കഴിഞ്ഞാൽ തീരും. അല്ല, ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ഗൈസ്. നമുക്കൊന്നും ഇല്ലേ, നമ്മളുടെ മേളിൽ പോയിട്ട് ഹെലികോപ്റ്ററിനെ ഇല്ലേ ഒന്ന് വെടി വെച്ച് നോക്കുക. ഹെലികോപ്റ്റർ പൊട്ടൂല. ഞാൻ ഒരു വട്ടം വെടി വെച്ചിട്ടുണ്ട്, അത് പൊട്ടൂല ഹെലികോപ്റ്റർ. അത് ഡാമേജ് ആവേ ഇല്ല. നോക്കിക്കോ ഗൈസ്, ഇത് പൊട്ടൂല. നോക്കിക്കോ ഗൈസ്, ഇത് പൊട്ടൂല. നോക്ക്, ഞാൻ ഒരു വട്ടം വെടി വെച്ചിട്ടുണ്ട്, പൊട്ടൂല.
വെടി വെച്ചോ ഗൈസ്? വെടി വയ്ക്കാൻ പോവാണ് ഗൈസ്. വെടി വെച്ച് പൊട്ടിയില്ല. വെടി വെച്ച് പൊട്ടൂല, എനിക്കറിയാം. വെടി വെച്ചാൽ പൊട്ടൂല. അങ്ങനെ കിടന്ന് തുള്ളിച്ചാടാം. വെടി വെച്ചാൽ പൊട്ടില്ല ഗൈസ്. വെടി വെച്ചാൽ പൊട്ടൂല. കണ്ടാ ഗൈസ് പൊട്ടാത്ത? കണ്ടില്ലേ? ഗൈസ്, ഞാൻ ദേഷ്യത്തിൽ പറഞ്ഞല്ല, അഹങ്കാരത്തിലും പറഞ്ഞല്ല. കേട്ട അതേപോലെ ആയിരിക്കും. ഡിസ്കവർ ട്രെൻഡ്സ്, ഐഡിയസ് ആൻഡ് സ്ട്രാറ്റഗീസ്. ഷെയർ ഞാൻ ഇല്ലേ കുറേ സ്പെല്ലിങ്സ് പറയാം, അല്ലെങ്കിൽ വേണ്ട ഗായ്സ്. അപ്പം ഇനി എന്താ ചെയ്യണ്ട? ഇനി എന്ത് ചെയ്യാൻ? നമ്മളുടെ വണ്ടി എടുത്തോണ്ടൊന്ന് വെളിയിൽ പോവാം. ലംബോർഗിനി എടുത്തോണ്ട് പോവാം. അത് കൊള്ളാലോ. ലംബോർഗിനി എടുത്തോണ്ട് പോണത്. ലംബോർഗിനി എടുത്തോണ്ട് പോണത്. ഗൈസ്, ലംബോർഗിനി എടുത്തോണ്ട് പോവാം നമുക്ക്. അതാണ് നല്ലത് ഗൈസ്. അത് പോരെ ഗൈസ്. അതുപോലെ വേണമെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. അതുപോലെ ഗൈസ്, എനിക്കറിയാം. എൻ്റെ അമ്മച്ചി ലംബോർഗിനി കയറി ഇനി പോവാം. അമ്മച്ചി, എൻ്റെ പൊന്നമ്മച്ചി, എൻ്റെ അമ്മച്ചി. എന്ത് വണ്ടി തുറക്കണില്ല ഗൈസ്? എന്ത് പറ്റി? വണ്ടി തുറക്കണില്ല ഗൈസ്. എന്തൊക്കെ സിസ്റ്റം ഗൈസ്? വണ്ടി തുറക്കണില്ല. ഇപ്പം എന്തിനോ സാധനം ഇറങ്ങി വരും, എന്നിട്ട് അതിനകത്ത് തൊടാൻ പറ്റും. അതെ, കണ്ടില്ലേ? വണ്ടി ഓണാവും ഇപ്പം. അല്ല, വണ്ടി തുറക്കാൻ പറ്റും ഇപ്പം. അല്ലാതെ ഈ വണ്ടിക്ക് താക്കോലും കൂക്കലും ഒന്നുമില്ല ഗൈസ്. അങ്ങനെയാണ്. ഈ താക്കോലും കൂക്കലും ഒന്നും ഇല്ല ഇതിൻ്റെ അകത്ത്. അങ്ങനെയാണ് ഗൈസ്. വണ്ടി എടുത്തോണ്ട് പോയിനി. എൻ്റെ വണ്ടിയുടെ അകൊക്കെ കണ്ടല്ലേ? സെറ്റല്ലേ? തന്നല്ലേ? ശരി, അപ്പം സെറ്റാണെങ്കിൽ നമുക്ക് പോവാം. രാജുട്ട ഞാൻ പോവാണ്. എവിടെയാണ് നീ പോണം? പോവില്ല. അച്ഛൻ വഴക്ക് പറയും. അച്ഛൻ മരിച്ചിട്ട് കുറേ വർഷമായി. അമ്മ വഴക്ക് പറയടാ. അമ്മ മരിച്ചിട്ട് 10 വർഷമായി. ചിക്കൻ ബിരിയാണി ഉണ്ടോ? മന്തി അല്ല, കുമ്പി. പോടേണ്ടിട്ട്. ഞാൻ ഒന്നും വരില്ല. ഞാൻ പോടേണ്ടിട്ട് പോടാ. ഞാൻ ഒന്നും വരില്ല. മന്തി അല്ല, കമ്പി. കമ്പി എന്ന് പറഞ്ഞ സാധനമില്ല. അമ്മേ ഗൈസ്, എൻ്റെ വണ്ടിയുടെ സൗണ്ട് എങ്ങനെയുണ്ട്? കൊള്ളാമോ? ഇനി വണ്ടി എടുത്തോണ്ട് പോവാം. യെസ്. ഇനി ഒന്നുകൂടെ ഞാൻ സൗണ്ട് ഉണ്ടാക്കാൻ പോവാണ്. വണ്ടി എടുത്തോണ്ട് പോവാം. പോടാ ചെക്ക. ഈ കഴപ്പില്ല. ഇനി പോവാം വേറെ സ്ഥലം. ചെക്കാൻ പറ്റി ചെവി. ഈ പോളെ എൻ്റെ പൊടി തള്ളേ. ഞാൻ പോവാ. ഒന്നും മിണ്ടാതിരി. ഫൈനലി ഇനി എന്താണ്? റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് കാര്യമില്ല. ഞാൻ ഡ്രിഫ്റ്റ് അടിക്കാൻ പോകും. എങ്ങനെയുണ്ട് ഗൈസ്? ഇത് സ്ക്ലിഡാണ്, ഡ്രിഫ്റ്റ് അല്ല. ഇത് സ്ക്ലിഡാണ്, ഡ്രിഫ്റ്റ് അല്ല. സീനായിരുന്നത് ഗൈസ്. എൻ്റെ വണ്ടി കണ്ടെങ്കിൽ എൻ്റെ വണ്ടിയുടെ അകമൊക്കെ ഇന്ന് നേരത്തെ കണ്ടല്ല. അതിന് നീ ഏതറാ ഈ തള്ള? എൻ്റെ പൊന്നമ്മച്ചി. മതി.
ഞാൻ എണീറ്റ് പോവാം. എവിടെ നോക്കിയിട്ടാ വണ്ടി ഓടിക്കണ? ഒന്നും മിണ്ടാതിരിക്കാം. എടാ ഇവയൊക്കെ എവിടെ നോക്കിയടാ വണ്ടി ഓടിക്കണം? ഞാൻ പോണു. ഓ എടാ എന്റെ കട ഓടെ എണീറ്റ്. ഇവിടെ മനുഷ്യൻ നരകത്തിൽ നിൽക്കുമ്പോഴാണ് അവന്റെ കട. എന്റെ ഉമ്മച്ചി ഞാൻ പോണു. മര്യാദക്ക് നോക്കി പോകൂല പോട്ടെ. അയ്യോ ആ പോലീസ് സ്റ്റേഷൻ. ഇനി ഞാൻ ഇങ്ങോട്ട് പോകും. ഇതിന് ഇത്രയും വരൂ. ഗൈസ് ഈ വണ്ടി ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണം ഗൈസ്. ഞാൻ ഇല്ലേ വന്ന വഴി കണക്ക് തോന്നുന്നു. അതെങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? എടാ നേരത്തെ ഞാൻ നേരത്തെ ഒരു പോലീസുകാരനെ ഇടിച്ചപ്പോ ഇല്ലേ ഈ ഗ്ലാസ് ആ പോലീസുകാരുടെ നെഞ്ചിലാണ് കയറിക്കൊണ്ട്. എന്തായിരുന്നു? ഞാൻ പുലിയെ ഇടിക്കാം, അല്ല സിംഹത്തിനെ ഇടിക്കാം. സിംഹത്തിനാവൂല, നോക്കിക്കോ. കിടന്ന് വിളിക്കും. വിളിച്ചാ വിളിച്ച് കണ്ടുപിടിച്ചിട്ട് ചാവാത്ത കണ്ടെങ്കിൽ പറയൂ. ഞാൻ ഇപ്പൊ ഡ്രിഫ്റ്റ് അടിച്ച കണ്ട ഗൈസ്. ഡ്രിഫ്റ്റ് അടിച്ച് ഇന്നൊരു കാര്യമില്ല ഗൈസ്. അപ്പൊ ഇവിടുന്ന് രക്ഷപ്പെടാ. എന്റെ പവർ കാരണം വണ്ടി ടെലിപ്പോർട്ടായി വന്നു. ഈ വണ്ടിക്ക് ഇവരൊക്കെ ആരടി? പൊട അതിനെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ അതിനെ അടിച്ചു കൊല്ലും. ഫൈനലി ആ പോലീസുകാരെ കൊന്നു. കോള് പറഞ്ഞാരോ കട്ട് ചെയ്ത് ഞാൻ കോള്. ഐഷു എന്ന് പറയുന്ന ഒരാളാണ് കോള് വന്നത് ഗൈസ്. ഇവനൊക്കെ ആരടി? ഗൈസ് വീഡിയോ ഇത്രയും ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ അപ്പുറത്ത് വല്ല